ഈ താമരക്കണ്ണന്റെ സൗന്ദര്യം കണ്ടോ? ശിവ 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 ശിവ. ഇതിനി വർണ്ണിക്കാൻ പറ്റിയ ഉപമാനങ്ങളൊന്നും മണ്ണിലോ വിണ്ണിലോ ഇതേവരെ ജനിച്ചിട്ടില്ല. ഭാഗവതോ നാരായണിയൊക്കെ ഭഗവാന്റെ വിവിധ ഭാവങ്ങളെ ഭക്തന്മാരുടെ സ്തുതിയായിട്ട് വർണ്ണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ സുന്ദരക്കുട്ടന്റെ മുമ്പില് അതൊക്കെ പരാജയപ്പെട്ടു. എന്നെ ഒഴിവാക്കരുതേ എന്ന് പറഞ്ഞൊരു താമരപ്പൂവ് കണ്ണന്റെ പിന്നാലെ കൂടി. ആരുടെയെങ്കിലും സങ്കടം കണ്ടാൽ വല്ലാണ്ട് വിഷമാവണ ആളാണ് കണ്ണൻ. ആ താമരപ്പൂവിനെ കണ്ണൻ ഇങ്ങോട്ട് ഏറ്റെടുത്തു. അപ്പൊ എന്തായി എന്നല്ലേ? മുഖാരവിന്ദം, പദാരവിന്ദം, നയനാരവിന്ദം എന്നൊക്കെ പിന്നെ 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 ആളുകൾ പാടാൻ തുടങ്ങി. താമരപ്പൂ പോലുള്ള കണ്ണാണ് കണ്ണന്റെ മുഖം കണ്ടാ താമരപ്പൂവാണ്, കാല് കണ്ടാ താമരപ്പൂവാണ്. ആ കളിത്താമരെ ഭഗവാൻ കയ്യിൽ സൂക്ഷിച്ചു. ഭക്തന്മാർക്ക് ആ താമരപ്പൂവിൽ അമർന്ന് ദർശനം നൽകി സാക്ഷാൽ താമരക്കണ്ണനായ ഗുരുവായൂരപ്പന് ദണ്ഡ നമസ്കാരം. കൃഷ്ണ. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് ഒരു യാത്രയുണ്ട്. പരിഭവങ്ങളും സങ്കടങ്ങളും പരാതികളൊക്കെ ആയിട്ട് നടന്ന് ആ ശ്രീലകത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് എത്തുമ്പോ ഭഗവാൻ എങ്ങനെ കാണാം. ശംഖും ചക്രവും ഗതയും പങ്കജവുമായിട്ട് ചക്രവർത്തി ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം അതങ്ങോട്ട് കാണുമ്പോ കണ്ണ് നിറഞ്ഞൊഴുകും, തൊണ്ടയിടറും, എല്ലാം മറന്നു പോവും. പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ. ഗുരുവായൂരപ്പാന്നൊരു വിളിയുണ്ട്. ആ സമയത്ത് ശ്രീലകത്തുനിന്നൊരു നോട്ടമുണ്ട്. കാരുണ്യത്തിന്റെ കടലായ കണ്ണന്റെ നോട്ടം. ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ കണ്ണനെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുമ്പോഴേക്കും ദ്വാരപാലകർ നമ്മളെ നിൽക്കിണ്ടാവും. പക്ഷെ ആ കാരുണ്യം നിറഞ്ഞൊരു നോട്ടല്ലേ, അത് മതി നമ്മളെ പരമാനന്ദത്തിൽ ആറാടിക്കാൻ. കൃഷ്ണ. ഗുരുവായൂരപ്പ. കണ്ണന്റെ ചിരി കണ്ടോ? 1000 ഇതളുള്ള താമരപ്പൂവ് വിരിഞ്ഞു വരിക തോന്നും. അവന്റെ മുഖം കണ്ടാൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെയാ. വെണ്ണ കെക്കാൻ ആരും കാണാണ്ട നടക്കണ കണ്ട കാക്കയാണ് തോന്നും. ഓടക്കുഴൽ വിളിച്ചാൽ കുയിൽനാദം, മയിലാടുന്ന പോലെയാണ് അവന്റെ നൃത്തം. കണ്ണാ, സുന്ദരക്കുട്ട, നീ ഞങ്ങളുടെ ഭാഗ്യാണ്. കൃഷ്ണ. ഗുരുവായൂരപ്പ.